എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമസ്കാരം. ഇന്ന് വിവാഹ വാർഷിക ദിനത്തിൽ ലഭിച്ച കുറേ സമ്മാന പുസ്തകങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ പുസ്തകം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളാണ്, 100 Years of Solitude. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങി വായിച്ച പുസ്തകമാണ്, പരിഭാഷകൾ വന്ന പുസ്തകമാണ്. കോളറ കാലത്തെ പ്രണയത്തെക്കുറിച്ച് ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതിന് മുന്നേ വായിക്കേണ്ടിയിരുന്ന പുസ്തകമാണ്, കയ്യിലില്ലായിരുന്നു. ഏതായാലും കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് വായിച്ച് അഭിപ്രായം അറിയിക്കുന്നതായിരിക്കും. അടുത്ത പുസ്തകം പട്ടം പറത്തുന്നവൻ എന്ന പുസ്തകമാണ്. ഖാലിദ് ഹൊസൈനിയുടെ 14ാമത്തെ പതിപ്പാണ്. അഫ്ഗാനിസ്ഥാൻ്റെ സമകാലിക അവസ്ഥയും രാഷ്ട്രീയ മതഘടനയുടെ അവസ്ഥയും വിശദമാക്കുന്ന വിഖ്യാത നോവലാണ്. രാഷ്ട്രീയം പ്രതിപാദിക്കുന്ന ഒരു നോവൽ, അതും വായിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ഞാൻ നുജൂദ്, വയസ്സ് 10, വിവാഹമോചിത എന്ന ഈ ഒരു പുസ്തകമാണ്. ഈ ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. ധാരാളം വാർത്തകൾ ഈ ഒരു കുട്ടിയെക്കുറിച്ച് വന്നിട്ടുണ്ട്. അവരുടെ ജീവിതം കാണിക്കുന്ന ഒരു പുസ്തകമാണ്. ചെറിയ പ്രായത്തിൽ 10ാമത്തെ വയസ്സിൽ വിവാഹിതയാവുകയും പിന്നീട് വിവാഹമോചിതയാവുകയും ഒക്കെ ചെയ്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം. പിന്നെ ഒരു മോട്ടിവേഷണൽ ബുക്കാണ്, MG രാജമാണിക്യം IAS അദ്ദേഹം എഴുതിയ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകം. നമ്മൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധ്യമാക്കാൻ ഈ ഭൂഗോളം തന്നെ നമുക്ക് കൂട്ടായിട്ട് നിൽക്കും എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ പഠിക്കുന്ന കുട്ടികളും എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഒക്കെ വായിക്കാൻ ഏറ്റവും യോജിച്ച ഒരു പുസ്തകമാണ് അൻപോട് രാജമാണിക്യം. പിന്നീടുള്ളത് ഒരുപാട് ആളുകളെ വേദനിപ്പിച്ച ഒരു പുസ്തകമാണ്. ഇത് വായിച്ചിട്ടില്ല, പക്ഷെ വായിച്ചവരുടെ അഭിപ്രായത്തിൽ നിന്ന് അറിഞ്ഞതാണ്. അതാണ് ഞാൻ ഫൂലൻ ദേവി. അവർണ ജാതിയിൽ ജനിച്ച സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് കൊള്ളക്കാരിയായി മാറിയ ഫൂലൻ ദേവിയുടെ പൊള്ളുന്നതും ഉജ്ജ്വലവുമായ ജീവിതമാണ് ഈ ആത്മകഥയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകവും ഒരുപാട് ആഗ്രഹിക്കുന്നു വായിക്കാൻ. സമയമനുസരിച്ച് ഇവയെല്ലാം വായിച്ചിട്ട് നിങ്ങളോടൊപ്പം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കും. സ്നേഹപൂർവ്വം, ഐശ്വര്യ.